ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൊസ്റ്റാൾജിക് ഐറ്റമായിട്ടാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തിൽ ഏകദേശം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ഓടാൻ തൊട്ടടുത്തുള്ള സെബീത്താൻ്റെ വീട്ടിലാണ്. അവിടുന്ന് സെയിൽ ചെയ്യുന്ന ഒരൈറ്റമാണ് കോലൈസ് അല്ലെങ്കിൽ പാലൈസ്. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലെത്തിയപ്പോഴില്ലേ ഈ കോലൈസിനെല്ലാം പരിഷ്കാരം സംഭവിച്ചിട്ട് അത് സിപ്പപ്പായിട്ട് മാറിയിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലൈസാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് വീട്ടിലെ യോഗേർട്ട് വാങ്ങിയ ചെറിയ ചെറിയ ബോട്ടിലില്ലേ അത് കളയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ 2 മെത്തേഡിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ കുടിക്കാനെല്ലാം ഉണ്ടാക്കുന്ന ടാങ്ക് പൊടി അല്ലെങ്കിൽ റസ്നപ്പൊടിയില്ലേ ആ പൊടി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഏകദേശം 4 ടേബിൾ സ്പൂണോളം ടാങ്കിൻ്റെ പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് പുളിപ്പുള്ള പൊടിയാണ്ട് തന്നെ 8 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കൈവെക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു 3 മിനിറ്റെല്ലാം മതി കേട്ടോ ഇതൊന്ന് കുക്കായിട്ട് വരാൻ. ഇനി ഇത് ഏത് പാത്രത്തിലാണെന്ന് നമുക്ക് സെറ്റാക്കാൻ താല്പര്യം ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ടിത് ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ നടുവിൽ സ്റ്റിക്ക് കുത്തി വെക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്റ്റിക്ക് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റിക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ സ്പൂണലില്ലേ അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കുത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡ് കാണിക്കാം. അതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിൽ കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി കോൺഫ്ലോർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരൻ്റെ അളവ് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് മധുരം കുറവാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 6 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്കായില്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ കൈവെക്കാണ്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാനൊരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പില്ലേ അത് പാലിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. പാല് തിളച്ച് വരുന്ന സമയത്തില്ലേ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായാലും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി പാലൈസിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നതില്ലേ കേക്ക് സിക്കലിൻ്റെ ഒരു മോൾഡില്ലേ അതിലാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ, വീഡിയോക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ മോൾഡിലെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്ന ബാറ്ററിയില്ലേ നേരത്തെ നമ്മൾ സെറ്റാക്കിയ ആ ബോട്ടിലില്ലേ അതിലൊഴിച്ച് കൊടുത്തിട്ട് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കോലീസും പാലീസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ചെറിയ മക്കളിലുള്ള അമ്മമാരില്ലേ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ മക്കൾക്ക് നമ്മളെ കൈകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വേറെ തന്നെ ഒരു ഫീലല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളെ സജഷൻസും നിങ്ങളെ അഭിപ്രായങ്ങളിലുണ്ടാവില്ലേ അതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ.